ഇവർ വിവാഹിതരായ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡാണ്. വീട്ടുകാരെല്ലാരും കൂടെ അജയെ പറ്റിച്ച് എൻഗേജ്മെന്റ് നടത്തുക കേട്ടോ. ഇപ്പൊ ഞാൻ ഈ റിങ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ മുത്തശ്ശിക്ക് വിഷമാകും. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ മുത്തശ്ശി പറയും, എന്താ മോനെ ആലോചിക്കുന്നത്, ആ റിങ് ഇട്ട് കൊടുക്ക്. അജയ് ആകെ ടെൻഷനിലാണ്. പിന്നെ ആരെയും വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് വേറെ നിവൃത്തിയില്ലാതെ അഞ്ജനയുടെ കയ്യില് മുദ്ര അണിയിക്കും. എല്ലാവർക്കും സന്തോഷാവും, കൈയടിക്കും എല്ലാരും. അങ്ങനെ അഞ്ജന അജയുടെ വിരലിലും മുദ്ര അണിയിക്കുക. സത്യദാസ് പറയും, അങ്ങനെ എൻഗേജ്മെന്റ് ചടങ്ങ് അവസാനിച്ചു. മുത്തശ്ശി പറയും, അതെ, ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിച്ചതിന്റെ ബുദ്ധി അഞ്ജനയുടേതാ. എല്ലാം സർപ്രൈസ് ആയിരിക്കണം എന്ന് അവള് പ്രത്യേകം പറഞ്ഞു. അജയ്ക്ക് ദേഷ്യം വരും. അഞ്ജനനെ ഇങ്ങനെ തുറച്ചു നോക്കൂട്ടോ. സത്യദാസ് പറയും, ഗുഡ്. മാധവൻ ചോദിക്കും, എങ്ങനെയുണ്ടോ മോനെ, കൊള്ളാമോ? ഭവാനി പറയും, വിവാഹത്തിന് ഇനി അധിക ദിവസമില്ല. സത്യദാസ് പറയും, ഇന്ന് തന്നെ ക്ഷണിക്കാൻ ഇറങ്ങണം. അതുകൊണ്ട് തന്നെ വെഡിങ് കാർഡ് എല്ലാം പ്രിന്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇനാഗ്രേഷൻ നടത്തിയേക്കാം. മാധവൻ പറയും, എങ്കിൽ പിന്നെ അതിന്റെ ഉദ്ഘാടനം ഞാൻ അളിയന് തന്ന് തന്നെ നടത്തിക്കോളാം. മാധവൻ ഇൻവിറ്റേഷൻ ലെറ്റർ ആദ്യം സത്യദാസിന് എന്നെ കൊടുക്കണേ. അഞ്ജനയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സത്യദാസ് അത് വാങ്ങിക്കും. അപ്പോഴും അജയുടെ മുഖത്തൊട്ടും സന്തോഷമില്ല. അഞ്ജന അജയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കും. ഇതൊന്നും അജയ്ക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ. തിരുമേനി പറയും, എങ്കിൽ പിന്നെ ഇനി രണ്ടാളും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചോളൂ. അഞ്ജന അജയുടെ കൈ പിടിച്ച് എണീപ്പിക്കും. അജയ് ഒരു യാന്ത്രികമായിട്ട് നിൽക്കണേ. ആദ്യം മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കും. ദേ, എന്നും ഒരുമിച്ച് ഒരു മനസ്സോടെ ജീവിക്കണം മക്കളെ. ഭഗവാൻ എന്നും ഐശ്വര്യവും സന്തോഷവും നൽകട്ടെ. എല്ലാരും നല്ല സന്തോഷത്തിലാണെങ്കിലും അജയ് ആ റിങ്ങിലേക്ക് നോക്കി ഭയങ്കര വിഷമത്തിൽ നിൽക്കുക. അജയ് റൂമിൽ ചെന്ന് നയനയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കിട്ടെ, നയന, എവിടെയാ നീ? ഈ ലോകത്തിന്റെ ഏത് കോണിലാ നീ ഉള്ളത്? നീ എന്തേ വരാത്തത്? ഞാൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? നീ വന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? എല്ലാവരും കൂടെ ഇന്ന് എന്റെ ജീവിതം മറ്റൊരാളുമായി കൂട്ടിക്കെട്ടി. ഇപ്പൊ എന്റെ വിരലിൽ ഒരു മോതിരമുണ്ട്. ആ മോതിരത്തിൽ അവളുടെ മനസ്സുണ്ടാകും. പക്ഷെ എന്റെ മനസ്സ് നിന്നിലാണ്. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോ സംഗീത അങ്ങോട്ട് വരും. മോനെ, എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അവിടെ വല്യച്ഛനും മുത്തശ്ശിയും എല്ലാരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നല്ലേടാ. ആർക്കാ അമ്മേ സന്തോഷം? അമ്മയ്ക്കും. നീ എന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ എത്ര തവണ പറഞ്ഞതാ അഞ്ജനെ എനിക്ക് ഇഷ്ടമല്ലെന്ന്, അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന്. എന്നിട്ടും എന്തിനാ എല്ലാവരും കൂടെ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്താ അമ്മ ഇതൊക്കെ? എന്റെ നല്ലതിനായി പൂജ നടക്കുന്നുണ്ട്. നീ വരണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. എന്നിട്ട് ഇവിടെ വന്നപ്പോ പൂജ എന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് എല്ലാവരുടെയും മുന്നിലിരുത്തി ഒടുവിലൊരു മോതിരവും കൈ തന്ന് അവളുടെ വിരലിൽ അണിയിക്കാൻ പറഞ്ഞു. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഒരു മണ്ടനാക്കി, ഒരു കോമാളിയാക്കി. അമ്മയും അതിന് കൂട്ടുനിന്നു. മോനെ എന്ന് വിളിക്കുമ്പോ അജയ് പറയും, എന്റെ വിവാഹ നിശ്ചയം നടത്തുന്നതിന് മുന്നേ സമ്മതമാണോന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചോ? പിടിച്ചിരുത്തി കെട്ടിയിട്ട് നിങ്ങൾ എല്ലാരും കൂടെ നടത്തി. ഇത് നടക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടെ എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ എന്താവായിരുന്നു അവസ്ഥ? ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും പോവും. മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുമോ? മുത്തശ്ശിയുടെ കണ്ണീര് കാണാൻ കഴിയാത്തോണ്ട് മാത്ര ഞാൻ അവിടെ ഇരുന്ന് തന്നത്. എനിക്ക് പറ്റില്ല അമ്മേ, എനിക്ക് പറ്റില്ല. അഞ്ജനെ വിവാഹം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തർപ്പിച്ച് പറയുമ്പോ ഇതെല്ലാം കേട്ട് സംഗീതം ഞെട്ടും. നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? നീ വിവാഹത്തിന് സമ്മതിച്ചതല്ലേ? അഞ്ജനെ വിവാഹം കഴിക്കാന്ന് വാക്ക് കൊടുത്തിട്ടല്ലേ നീ അവളെയും ഭവാനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? അജയ് പറയും, അല്ല. മുത്തശ്ശി വെള്ളവും ഭക്ഷണവും കഴിക്കാതെ വാശി പിടിച്ചു. വാക്ക് കൊടുത്ത് വിളിച്ചോണ്ട് വന്നാരേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന ഭയന്നാ ഞാൻ അവരെ പോയി കൂട്ടിക്കൊണ്ടു വന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടെ ആർക്കും ഇല്ലാതെ പോയല്ലോ. അവളെ എനിക്ക് ഇഷ്ടമല്ല, ഈ വിവാഹം നടക്കില്ലെന്ന് ഞാൻ മുമ്പേ അമ്മയോട് പറഞ്ഞതല്ലേ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതാ, അഞ്ജനയോടും പറഞ്ഞതാ. എന്നിട്ടിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ. സംഗീത പറയും, നീ പറഞ്ഞെന്നുള്ളത് ശരിയാ. നീ സമ്മതം മൂളിയിരുന്നല്ലോ. നിന്റെ മനസ്സ് മാറി നമ്മ കരുതി, അതുകൊണ്ടാ ഞാൻ കൂട്ടുനിന്നത്. അജയ് പറയും, എന്റെ മനസ്സ് മാറില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ല. സംഗീത ചുവരിലെ നാനയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കും. നീ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. തിരിച്ചു വരുമോ, ജീവനോട് ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതം കളയാണ് അജയ്. അജയ് പറയും, തിരിച്ചു വരും, എന്റെ നയന തിരിച്ചു വരും, അതെനിക്ക് ഉറപ്പാ. ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ നയനയുടെ കഴുത്തിലായിരിക്കും. വേറൊരു പെണ്ണിനെയും ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കയറ്റില്ല. മോനെ, മറ്റൊരു പെൺകുട്ടി അണിയിച്ച വിവാഹ മോതിരം നിന്റെ കയ്യിലുണ്ട്, അത് മറക്കരുത്. അവളെ കരയിപ്പിക്കരുത്. അജയ് പറയും, എല്ലാരും കൂടെ ചേർന്ന് എന്നെയല്ലേ കരയിപ്പിക്കുന്നത്? സംഗീത പറയും, നിശ്ചയം കഴിഞ്ഞു, വിവാഹ തീയതി ഉറപ്പിച്ചു, എല്ലാവരും വലിയ സന്തോഷത്തിലാ. നീയായിട്ട് ഇനി അത് മോനെ? അജയ് പറയും, ഇല്ലമ്മേ, എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാരോടും സംസാരിച്ച് അമ്മ എന്നെ ഇതൊന്നും ഒഴിവാക്കിത്താ പ്ലീസ് അമ്മേ. മോനെ, എല്ലാം തീരുമാനിച്ചില്ലേ, ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മോന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇക്കാര്യത്തില് അമ്മ നിസ്സഹായയാ. എടാ, നീ എന്നോട് ക്ഷമിക്കേ. ഒരമ്മയായി നിന്റെ മനസ്സ് ഞാൻ കാണേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കരഞ്ഞിട്ട് സംഗീത റൂമിൽ നിന്ന് ഇറങ്ങി പോകും. അജയ് ഇപ്പോഴും ആ മോതിരത്തിൽ നോക്കി നല്ല ദേഷ്യത്തിലും എന്ന സങ്കടത്തിലും നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് ഭവാനി ഇങ്ങനെ റൂമില് സന്തോഷത്തിൽ ചിരിക്കണേ. അഞ്ജന ബാക്കിലൂടെ വന്ന് വട്ടം കറക്കും. എന്നിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അവരുടെ ഈ സന്തോഷം അവർ ആഘോഷിക്കാട്ടോ. എൻ്റെ ആഗ്രഹം നടന്നമ്മേ, ഇതിന് താങ്ക്സ്. അപ്പ
ഭവനിക്കും എന്നോട് എന്തിനാ താങ്ക്സ് പറയുന്നത്? അഞ്ജന പറയും, പിന്നെ ആരോടാ പറയാ? എന്റെ അമ്മയുടെ വളഞ്ഞ ബുദ്ധിയല്ലേ ഈ സന്തോഷത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മേ. ഭവാനി പറയും, ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. അജയ് സമ്മതിക്കില്ലെന്ന് എല്ലാരും പറഞ്ഞപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ സമ്മതിക്കുമെന്ന്. അവൻ പൂർണ്ണ മനസ്സോടെ എല്ലാം സമ്മതിച്ചതെന്നറിയാ. സാഹചര്യങ്ങൾ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചതാ. അതൊന്നൊരു പുതുമയല്ല. കല്യാണം കഴിഞ്ഞാ പിന്നെ എല്ലാം നമ്മുടെ കയ്യിലായിരിക്കുമല്ലോ. അഞ്ജനയ്ക്കും അവൻ ഈ തീരുമാനത്തിന്ന് പിന്നോട്ട് പോവോ? ഭവാനി പറയും, അതിനുള്ള അവസരം കൊടുത്തിട്ട് വേണ്ടേ? വീട്ടുകാർ മുഴുവൻ നമ്മുടെ പക്ഷത്താ. അവരുടെ എല്ലാം സപ്പോർട്ടും ഉണ്ട്. അമ്മയെ മുന്നിൽ നിർത്തി അവനെ ഞാൻ ഇവിടെ കെട്ടി നിർത്തും. അഞ്ജന പറയും, അജയുടെ മനസ്സിൽ ഭൂമിയാ. അവളാണെങ്കിൽ അവനെ വട്ടം വിരിച്ചിരിക്കാ. അജയുടെ ബുള്ളറ്റിന്റെ പിറകിലിരുന്ന് പോകുന്നത് ഞാൻ കണ്ടതാ. നിർബന്ധിച്ചിട്ടാണെങ്കിലും അജയ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നറിഞ്ഞാ അവൾ അടങ്ങിയിരിക്കോ? അവൾ അവനെയും കൊണ്ട് പോകുമേ? ഭവാനി അറിയും, ഏയ് അതൊന്നും നടക്കില്ല. നീ അവളെ വിട്ടേക്ക്. ഒരു ഭൂമി ആകാശവും. അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കല്യാണത്തിന് ഇനി 7 ദിവസം. വിവാഹം ഒരു തടസ്സമില്ലാതെ നടക്കണം. അവസാന നിമിഷം വരെ ശ്രദ്ധ വേണം. വിജയം ഉറപ്പാണെന്ന് കരുതി അശ്രദ്ധ കാണിച്ചാ നമ്മൾ ഇവിടെ തോറ്റുപോകും. അഞ്ജന പറയും, ഇല്ലമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം. അവനെ മാത്രല്ല, ഈ കൊട്ടാരത്തിന്റെ താക്കോലും നിനക്ക് കിട്ടാൻ പോവാ. സന്തോഷായില്ലേ നിനക്ക്? അഞ്ജന പറയും, വളരെ വളരെ സന്തോഷമായി അമ്മേ. നമ്മുടെ സ്വപ്നം നടക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞ് അഞ്ജന ഭയങ്കര ഹാപ്പി ആട്ടോ. ആ മോതിരവും നോക്കി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കാണ്, സ്വപ്നം കണ്ട് നിൽക്കുക അഞ്ജന. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അജയും അജയുടെ വക്കീൽ ഫ്രണ്ടും കൂടെ സംസാരിക്കുക. എടാ, മനസ്സിലുള്ളത് നീ അവരോട് പറ. ഉള്ളിൽ ഒതുക്കി നടന്ന് നീ തകർന്നു പോവും. തകർന്നു പോയില്ലേടാ. എല്ലാരും പറയുന്നു മോതിരം മാറിയാൽ ജീവിതം മാറുമെന്ന്. പക്ഷെ എന്റെ ജീവിതം മാറില്ല. എന്റെ മനസ്സിപ്പോഴും നയനയുടെ കൂടെയാ. ആ വക്കീല് പറയും, അവളെന്റെ പൊന്നനിയത്തിയ. അവൾക്കൊരു മുള്ളു കൊണ്ടാൽ ആദ്യം വേദനിക്കുന്നത് എനിക്കാ. എന്നിട്ടും വലിയൊരു വേദന തന്ന് അവൾ എങ്ങോട്ടോ പോയി. ഞാൻ ഇന്നും അവളെ പ്രതീക്ഷയോടെ കാത്തിരിക്കണേ. എവിടെ നിന്നെങ്കിലും ഒരു ഫോൺ കോൾ, ഏട്ടാന്നുള്ളൊരു വിളി, അത് കേൾക്കാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്ക. അവള് വരട്ടെ. അവള് വന്നാ ഞാൻ ആദ്യം ചെയ്യാ അവളുടെ കൈ പിടിച്ച് നിന്നെ ഏൽപ്പിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. എന്റെ ആഗ്രഹവും അത് തന്നെയാ. അത് നടക്കുവടാ. അജയ് പറയും, വരുവടാ, ഒരു ദിവസം അവള് വരും. അവൾക്ക് അവളുടെ അജയെ അങ്ങനെ മറക്കാൻ പറ്റുമോ? അവളുടെ ഏട്ടനെ മറക്കാൻ പറ്റുമോ? വല്ലാതെ സങ്കടം വരുമ്പോ, ഒറ്റപ്പെടുമ്പോ കരയാതിരിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ചിന്തിക്കും, ഞാനും അവളും കള്ളനും പോലീസും കളിക്കുകയാണെന്ന്. അതിലെ ഈ പോലീസുകാരനെ പറ്റിക്കാൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന്. നീ പറഞ്ഞ പോലെ ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും അവളെ. ഇല്ലെങ്കിൽ അവൾ എന്റെ മുന്നിൽ വന്ന് കീഴടങ്ങും. അഞ്ജനയുടെ വിരലിൽ മോതിരം അണിയിക്കുമ്പോ ഞാൻ അവളെ ഓർത്തു. ആഗ്രഹിച്ചതൊന്ന്, നടന്നത് മറ്റൊന്ന്. പൂജയുടെ പേര് പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് എന്നെ കുടുക്കി. എനിക്കൊന്ന് ആലോചിക്കാൻ പോലും അവർ സമയം തന്നില്ല. ഒരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. എന്റെ നാനയെ മറന്ന് മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഈ വിവാഹത്തിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. രക്ഷപ്പെട്ടേ മതിയാവോ. എടാ, എങ്ങനെ? അജയ് അല്പസമയം ആലോചിച്ചിട്ട് വയ്ക്കും. എടാ, ഏതെങ്കിലും ഒരു പെണ്ണെ കുറച്ചു കാലത്തേക്ക് എന്റെ ഭാര്യയായി അഭിനയിക്കാൻ തയ്യാറാവോ? കുറച്ചു നാളത്തേക്ക് മതി. അജയ് പറയണേട്ട് വക്കീലിന് കിട്ടും. നീ ഇന്ന് തമാശ പറയാണോ? തമാശയല്ല, സീരിയസ്. അവരാവശ്യപ്പെടുന്ന പണം കൊടുക്കാം. മറ്റുള്ളവരുടെ മുന്നിലും എന്റെ വീട്ടുകാരുടെ മുന്നിലും അഭിനയിച്ചാൽ മാത്രം മതി. എനിക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല. ആ വക്കീല് പറയും, എടാ, അതിന് ഏതെങ്കിലും ഒരു പെണ്ണ് തയ്യാറാവോ? നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അജയ് ഇങ്ങനെ കാര്യമായിട്ട് ആലോചിക്കും. എന്നിട്ട് പറയും, ഉണ്ട്. വക്കീലൊക്കെ ആരാ? പറയാം എന്ന് പറഞ്ഞിട്ട് അജയ് അവിടുന്ന് പോകും. വക്കീല് അതാരായിരിക്കും എന്നുള്ള ഞെട്ടല്ലേ അജയ് എന്തായി പറഞ്ഞതെന്നൊക്കെ ആലോചിച്ച് നിൽക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്ത് എല്ലാവരും കൂടെ കൂടിയിരുന്ന ആലോചനയിലാട്ടോ. മുത്തശ്ശി പറയും, ദിവസം വേഗം പോകും, എല്ലാം പെട്ടെന്ന് ചെയ്യണം. അപ്പൊ തന്നെ സത്യദാസ് പറയും, പഴയ പോലെയല്ല, വീട്ടുകാരൊന്നും ചെയ്യണ്ട, ഒരു ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ച എല്ലാവരും ഭംഗിയായി ചെയ്തോളും. മാധവനും പറയും, അതെ, നമ്മൾ നിന്നു കൊടുത്താൽ മതി. മുത്തശ്ശി പറയും, അല്ലെങ്കിൽ നീ എപ്പോഴും നിൽപ്പല്ലേ മാധവ, എപ്പോഴാ നീ മെയ്യാണെങ്കിൽ എന്തെങ്കിലും ചെയ്തത്? മാധവൻ പറയും, അതമ്മേ. ഇപ്പോഴും സംഗീതയുടെ മുഖത്ത് മാത്രം ഒരു വിഷമട്ടോ. സത്യദാസ് പറയും, ഞാൻ എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഭവാനി പറയും, സ്വർണ്ണവും ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ എടുക്കണ്ടേ? അത് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യില്ലല്ലോ. ഭവാനി പറയും, അത് നമ്മൾ എടുക്കണം. ഒരു ഡേറ്റ് കണ്ട എല്ലാവർക്കും പോയി എടുക്കാം. മുത്തശ്ശി പറയും, എങ്കിൽ നാളെ തന്നെ പൊക്കോ, എന്തിനാ നീട്ടി വെക്കുന്നത്? അഞ്ജനയ്ക്ക് സന്തോഷാകും. അപ്പോഴും സംഗീതയുടെ മുഖത്ത് വിഷമം മാത്രം. മുത്തശ്ശി വയ്ക്കും, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? സംഗീത പറയും, ഞാൻ എന്ത് പറയാനാ, എല്ലാം അമ്മയുടെ നേതൃത്വത്തിൽ നടക്കുകയാണല്ലോ. അല്ല, അജയ് എവിടെ? സംഗീത പറയും, അവൻ മുറിയിൽ റെഡി ആവണേ, ഡ്യൂട്ടിക്ക് പോവാൻ. ഡ്യൂട്ടിക്ക് പോവാനോ? കല്യാണം കഴിയുന്നത് വരെ ലീവ് എടുക്കാൻ പറ എന്ന് അഞ്ജന പറയും. മുത്തശ്ശിക്കും, അതെന്തിനാ അവള് പറയുന്നത്, നിനക്കങ്ങ് പറഞ്ഞാ പോരെ. അനു പറയും, കല്യാണം കഴിയുന്നവരെ ആവണ്ട, 1 മാസം വരെ നീട്ടിക്കോട്ടെ ലീവ്. ഹണിമൂണിന് പോണ്ടേ രണ്ടാൾക്കും, പിള്ളേരുടെ ഒരു കാര്യം എന്ന് സത്യദാസ് പറയുമ്പോ അനു പറയും, കല്യാണം ആർഭാടായിട്ടാണല്ലോ നടക്കുന്നത്, ഇത്രയും ആർഭാടത്തിന്റെ ആവശ്യമുണ്ടോ? മുത്തശ്ശി പറയും, ആവശ്യമുണ്ട്. നിന്റെ കല്യാണം ആർഭാടത്തിലല്ലേ നടത്തിയത്, കല്യാണത്തിന് നിന്റെ ഹസ്ബൻഡ് വരില്ലേ എന്ന് ഭവന് ചോദിക്കുമ്പോ, വരുന്നെങ്കിൽ വരട്ടെ. സത്യദാസ് പറയും, നീ വിളിച്ചാൽ അവൻ വരില്ല, അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചോളാം. എല്ലാരും കളിയാക്കി ചിരിക്കും. മുത്തശ്ശി പറയും, ഈ ഒത്തൊരുമ എപ്പോഴും ഉണ്ടാവണം, ഭംഗിയായിട്ട് കല്യാണം നടത്തണം, അതെന്തായാലും ആവട്ടെ.
നമുക്കിപ്പോൾ എന്തായാലും കഴിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോകും. എല്ലാവരും പോകുമ്പോൾ അജയ് അങ്ങോട്ട് വരുന്നത് സംഗീതയ്ക്കും നീ ഒന്നും കഴിച്ചില്ലല്ലോടാ, വന്ന് കഴിച്ചിട്ട് പോടാ. അജയ് പറയും വേണ്ടമ്മേ, ഇന്നലെ എല്ലാരും കൂടെ മനസ്സും വയറും നിറച്ചു, അത്രമാത്രം വേദനയും തന്നു, അത് മതി അമ്മേ. സംഗീത പറയും മോനെ, നിന്റെ അമ്മയുടെ ശബ്ദത്തിന് ഇവിടെ ഒരു വിലയുമില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിസ്സഹായാണ് ഈ അമ്മ. അജയ് പറയും എനിക്ക് ചെയ്യാൻ കഴിയും അമ്മ, അമ്മ വിഷമിക്കേണ്ട, ഞാൻ ചില വഴികൾ തേടുന്നുണ്ട് എന്ന് പറഞ്ഞ് അജയ് അവിടെ നിന്ന് ഇറങ്ങും. ഒരു ഞെട്ടല്ലേ ടെൻഷനോടെ നിൽക്കുന്ന സംഗീതയെ കാണിച്ചാണ് ഈ ഭാഗം കഴിയണത്.